ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AF CAT ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 2 മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. AF CAT എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, A can do a piece of work in 20 days and B in 25 days. They work together for 5 days and then B goes away. In how many days will A finish the work? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എയും ബിയും ഒരു ജോലി എ 20 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, ബി അത് 25 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു ജോലി എയും ബിയും ആദ്യത്തെ 5 ദിവസം ഒപ്പം ചെയ്തു. ദെൻ ബി ലെഫ്റ്റായി. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള വർക്ക് എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 11 ഡേയ്സ്, ഓപ്ഷൻ ബി 9 ഡേയ്സ്, ഓപ്ഷൻ സി 20 ഡേയ്സ്, ഓപ്ഷൻ ഡി 21 ഡേയ്സ്. സോ നമുക്ക് എഫിഷ്യൻസി മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ഇവിടെ എ ഈ ഒരു ജോലി ചെയ്യുന്നത് 20 ഡേയ്സ് കൊണ്ടാണ്, ബി ഈ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത് 25 ഡേയ്സ് കൊണ്ടാണ്. സോ എത്ര യൂണിറ്റ് വർക്ക് ഉണ്ടാകും ഇവിടെ? 20യുടെയും 25ൻ്റെയും LCM 100 ആണ്. സോ 100 യൂണിറ്റ് വർക്ക് ഉണ്ടാവും. ഇനി ഇവരുടെ എഫിഷ്യൻസി നോക്കാം. എഫിഷ്യൻസി ബിയുടെ എഫിഷ്യൻസി 4 ആണ്, എയുടെ എഫിഷ്യൻസി 5 ആണ്. ദെൻ ഇനി 5 ഡേയ്സ് ഇവർ ഒപ്പം വർക്ക് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഇവർ വർക്ക് ചെയ്യുമ്പോൾ 9 യൂണിറ്റ് വർക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ദെൻ 5 ഡേയ്സ് ഇവർ ഒപ്പം വർക്ക് ചെയ്യുന്ന എന്നാണ് പറയുന്നത്. സോ 5 ഡേയ്സ് എന്ന് പറയുമ്പം 9 × 5 45 വർക്ക് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചെയ്തു. ഇനി ഇവിടെ ബാക്കിയുള്ളത് 100 - 45 55 വർക്കാണ് ഇനി ഇവിടെ ബാക്കിയുള്ളത്. ഈ വർക്കാണ് ആര് ചെയ്യുന്നത്? എ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. സോ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്കറിയാം 5 ആണ്. സോ 55/5 11 ഡേയ്സ് കൊണ്ടാണ് എ ഈ ഒരു വർക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 2 train A and B each 66 meter long run parallel to each other in the same direction. Their speed are 50 km/h and 30 km/h respectively. In what time A will completely pass B? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 2 ട്രെയിൻ ഉണ്ട്, എയും ബിയും. അതിൻ്റെ ലെങ്ത്ത് സെയിം തന്നെയാണ്, 66 മീറ്റർ ആണ്. അത് ഒരേ ഡയറക്ഷനിൽ പാരലായിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എയുടെ സ്പീഡ് 50 km/h ആണ്, ബിയുടെ സ്പീഡ് 30 km/h ആണ്. അങ്ങനെയെങ്കിൽ എ എത്ര സമയം കൊണ്ടാണ് ബിയെ പാസ് ചെയ്ത് പോകുന്നത്, ബിയെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ 4 തന്നിട്ടുണ്ട്. 28 സെക്കൻഡ്, 28.46 സെക്കൻഡ്, 53.46 സെക്കൻഡ്, ദെൻ 23.76 സെക്കൻഡ്. സോ നമുക്കിവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് ടൈമാണ്. സോ ടൈം കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. സോ ഇവിടെ 2 ട്രെയിൻ ഉണ്ട്, 2 ട്രെയിനിൻ്റെ കൂടെ ഡിസ്റ്റൻസ് ഇവിടെ ആഡ് ചെയ്യണം. അതായത് 132 മീറ്റർ ഡിവൈഡഡ് ബൈ, ഇനി സ്പീഡ്. ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്. സോ ഒരേ ഡയറക്ഷനിലാകുമ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. അതായത് 50ൻ്റെയും 30ൻ്റെയും ഡിഫറൻസ് 20 ആണ്. ദെൻ 20, ഈ 20 എന്ന് പറയുന്നത് ഇവിടെ km/h നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തിലാണ്? സെക്കൻഡിലാണ്. സോ ഇവിടെ ലെങ്ത്തും നമുക്ക് മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു km/h മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 5/18 ഇവിടെ താഴെ വരും. സ്വാഭാവികമായിട്ട് അത് ഇങ്ങോട്ട് പോകും, മുകളിലോട്ട് പോകും. അപ്പോൾ അത് മുകളിൽ എഴുതാം 18. ദെൻ ഇനി ഇവിടെ കട്ട് ചെയ്യുക. 20, 10, 9. ദെൻ ഇനി ഇവിടെ 5 ആയി. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 66 ആയി. 66 × 9 ഡിവൈഡ് ബൈ 25 എന്ന് പറയും. സോ ഇതിൻ്റെ വാല്യൂ വരുന്നത് 23.76 സെക്കൻഡാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ശരി ഉത്തരം. അടുത്ത ചോദ്യം, എ ട്രെയിൻ 77.5 മീറ്റർ ഇൻ ലെങ്ത് is running at the rate of 65 km/h. Find the time taken by the train to pass the man walking in the same direction as the train at 3 km/h. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ടൈപ്പ് പ്രോബ്ലം തന്നെയാണ് ഇതും.
അതായത് ഒരു ട്രെയിന് 77.5 മീറ്റർ ലെങ്ത് ഉണ്ട്, അത് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 65 km/h ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അത് ട്രെയിൻ പോകുന്ന അതേ ഡയറക്ഷനിൽ ഒരാൾ നടക്കുന്നുണ്ട്, അയാളുടെ സ്പീഡ് 3 km/h ആണ്. അങ്ങനെയെങ്കിൽ ഇയാളെ കടന്നു പോകാൻ എടുക്കുന്ന സമയമാണ് നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ ടൈം കാണാനുള്ള ഇക്വേഷൻ T ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. സോ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 77.5 ആണ്, ഡിവൈഡഡ് ബൈ ഇനി ഇവിടുത്തെ സ്പീഡ് രണ്ടും സെയിം ഡയറക്ഷനാണ്. സോ 65 - 3 62. ഇത് km/h നമുക്കിവിടെ മീറ്ററിലാണ്. ആൻസർ ടൈമും നമുക്ക് തന്നിട്ടുള്ളത് സെക്കൻഡിലാണ്. സോ എന്ത് ചെയ്യണം, km/h മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റണം. സോ 5/18. സോ 18 മുകളിലോട്ട് പോവും. ദെൻ നമുക്കൊന്ന് ഇവിടെ 10 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു പോയിന്റ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് 775 × 18 ഡിവൈഡഡ് ബൈ 62 × 50. ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഇനി ഇവിടെ കട്ട് ചെയ്യാം. 25 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 പ്രാവശ്യമുണ്ട്, ഇവിടെ 31. ദെൻ ഇനി 62ഉം 18ഉം കട്ട് ചെയ്യാം. 62 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 31 വരും, ഇവിടെ 9 വരും. ദെൻ ഇവിടെ ഇനി ഉള്ളത് 31 × 9 ഡിവൈഡഡ് ബൈ 31 × 2. 31ഉം കട്ട് ചെയ്തു, ദെൻ 9/2 വരും. 9/2 എന്ന് പറയുന്നത് 4.5. ഇത്രയും 4.5 സെക്കൻഡാണ് ഈ ഒരു ട്രെയിന് ഈ ഒരു ആളെ കവർ ചെയ്ത് പോകാൻ എടുക്കുന്ന സമയം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, റാം ക്യാൻ റോ 7.5 km/h in still water if in a river running at 1.5 km/h it takes him 50 minutes to row to place and back. How far is the place? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് റാം ഒരു പുഴയിൽ തോണി ഉപയോഗിച്ച് തുഴയാന്ന് വിചാരിക്കുക. അപ്പം അയാളുടെ സ്പീഡ് 7.5 km/h ആണ്. ദെൻ റിവറിൻ്റെ സ്പീഡ് 1.5 km/h ആണ്. അപ്പം ഒരു സ്ഥലത്ത് നിന്നും പോയിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ എത്താൻ എടുക്കുന്ന സമയം 50 മിനിറ്റാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 3.5 km, 3 km, 4.5 km, ദെൻ ഓപ്ഷൻ ഡി 5 km. അപ്പോൾ നമുക്കിവിടെ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. സോ നമുക്ക് അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം, ഡിസ്റ്റൻസ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഇനി റാമിൻ്റെ സ്പീഡ് ഓഫ് റാം എന്ന് പറയുന്നത് എത്രയാണ്, 7.5 km/h ആണ്. ഇനി സ്പീഡ് ഓഫ് കാരണം അല്ലെ റിവറിൻ്റെ സ്പീഡ് ഓഫ് റിവർ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 1.5 km/h ആണ്. ഇനി നമുക്ക് അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും കാണണം. സോ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 7.5 - 1.5, സോ 6 km/h ആണ്. ഇനി ഡൗൺ സ്ട്രീം സ്പീഡ് 7.5 + 1.5 = 9 km/h. സോ നമുക്ക് ഇവിടെ കാണേണ്ടത് ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈക്വൽ ടു എന്താണ്, ടൈമാണ്. സോ നമുക്ക് ടൈം ഇവിടെ തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഇക്വേഷനിലോട്ടാണ് നമ്മളത് ഇക്വേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ കേസിൽ AX ഡിവൈഡഡ് ബൈ ഇനി ഇവിടെ ഡൗൺ സ്ട്രീം സ്പീഡ് എടുക്കാം 9 + EX ഡിവൈഡഡ് ബൈ ഇനി അപ്പ് സ്ട്രീം സ്പീഡ് 6 ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ എടുക്കുന്ന സമയം നമുക്ക് തന്നിട്ടുണ്ട് 50 മിനിറ്റ്സ് ആണ്. സോ 50 മിനിറ്റ്സിനെ ഹവറിലോട്ട് മാറ്റുക, കാരണം നമുക്ക് കിലോമീറ്ററിലാണ് തന്നിട്ടുള്ളത്. സോ ഇനി ഇവിടെ നമുക്ക് കട്ട് ചെയ്തു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6x + 9x ഡിവൈഡഡ് ബൈ 54 = 5/6. പിന്നെ അതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അതിന് മുന്നേ ഇവിടെ കട്ട് ചെയ്യേണ്ട ഒരു ടേം ഉണ്ട്. 6 കട്ട് ചെയ്യാം 9 പ്രാവശ്യം. സോ 6x + 9x 15x ആയി, ഡിവൈഡഡ് ബൈ ഇവിടുത്തെ 9 ഉണ്ട് ഈക്വൽ ടു ഇതോടെ കട്ട് ചെയ്ത് പോയി, ദെൻ 5 ഉള്ളൂ,
ദെൻ 15x ഈസ് ഈക്വൽ ടു 9 × 5 45. സോ എക്സ് ഈസ് ഈക്വൽ ടു 45/15. എത്ര കിട്ടി? 3 കിലോമീറ്ററാണ് ആ ഡിസ്റ്റൻസ് ഉള്ളത്. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, എ മോട്ടോർ ബോട്ട് വിത്ത് സ്പീഡ് 15 km/h ഇൻ സ്റ്റിൽ വാട്ടർ ഗോസ് 30 km ഡൗൺ സ്ട്രീം ആൻഡ് കംസ് ബാക്ക്. ഇറ്റ് കവേഴ്സ് ദ ഡിസ്റ്റൻസ് ഇൻ 4 hours and 30 minutes. ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ഇൻ km/h ഈസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ബോട്ട് ഉണ്ട്. ആ ബോട്ടിൻ്റെ സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 15 km/h ആണ്. അത് 30 km അങ്ങോട്ട് പോയി ദെൻ 30 km ഇങ്ങോട്ട് തിരിച്ചു വന്നു. അതിനുള്ള ടൈം ഇവിടെ തന്നിട്ടുണ്ട് 4 hours 30 minutes ആണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു സ്ട്രീമിൻ്റെ സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 4 km/h, ഓപ്ഷൻ ബി 5 km/h, ഓപ്ഷൻ സി 6 km/h, ഓപ്ഷൻ ഡി 10 km/h. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് ഇതിൻ്റെ സ്ട്രീമിൻ്റെ സ്പീഡാണ്. സോ നമുക്ക് ടൈം ഇവിടെ തന്നിട്ടുണ്ട്. സോ ടൈമിനുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ ടി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. സോ നമുക്കിവിടെ ടൈം തന്നിട്ടുണ്ട്, അത് 4 hours 30 minutes ആണ്. സോ നമുക്കതിനെ മൊത്തമായിട്ട് ഹവറിലോട്ട് മാറ്റാം. 4 hours എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 240 minutes ആണ്. ദെൻ ഒരു 30 minutes കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എത്രയായി? 270 minutes ഡിവൈഡ് ബൈ 60. ഇപ്പോൾ ഇത്രയും ഹവറായിട്ട് മാറി. ഇനി സ്പീഡാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഡൗൺ സ്ട്രീം സ്പീഡും അപ്പ് സ്ട്രീം സ്പീഡും. അപ്പം അപ്പ് സ്ട്രീം സ്പീഡ് എന്തായിരിക്കും? അപ്പ് സ്ട്രീം സ്പീഡ് 15 + x. അതായത് നമുക്ക് ഈ ഒരു കറണ്ടിൻ്റെ സ്പീഡിനെ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രീമിൻ്റെ സ്പീഡിനെ നമുക്ക് എക്സ് ആയിട്ട് പരിഗണിക്കാം. അപ്പം സ്പീഡ് ഓഫ് റിവർ എന്താക്കാം? എക്സ്. അതാണ് നമ്മൾ എക്സ് ആയിട്ടാണ്, ഈ എക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഡൗൺ സ്ട്രീം സ്പീഡ് അപ്പ് സ്ട്രീം സ്പീഡ് 15 - x ഡൗൺ സ്ട്രീം സ്പീഡ് 15 + x ആണ്. സോ ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് ആഡ് ചെയ്യാം. അതായത് ഡിസ്റ്റൻസ് ഇവിടെ 30 ആണ്. 30 ഡിവൈഡഡ് ബൈ 15 + x പ്ലസ് 30 ഡിവൈഡഡ് ബൈ 15 - x ഈക്വൽ ടു 270/60. സോ ഇനി കട്ട് ചെയ്ത് പോകുന്ന ടേംസ് ഉണ്ട് ഇവിടെ. 0 കട്ട് ചെയ്തു. ഇനി 3 കൊണ്ട് കട്ട് ചെയ്യാം. ഇവിടെ 2 വരും, 9 വരും. ദെൻ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 15 - x × 30 പ്ലസ് 30 × 15 + x ഡിവൈഡഡ് ബൈ ഇവിടെ a² - b² ഫോമിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് a - b × a + b. ഇപ്പം എന്താ ചെയ്യാം? 15ൻ്റെ സ്ക്വയർ 225 - x². സോ ഇവിടെ 9/2 വരും. ഇനി ഇത് സോൾവ് ചെയ്യും. സോ 30 × 15 450 - 30x. ദെൻ ഈ ടേം പ്ലസ് 450 ദെൻ പ്ലസ് 30x ഡിവൈഡഡ് ബൈ ഒരു 225 - x² ഈക്വൽ ടു ഈ ടേം 9/2. ദെൻ ഇനി ഇവിടെ -30x ഉണ്ട്, ഇവിടെ +30x ഉണ്ട്. കട്ട് ചെയ്തു. ഇനി ഇവിടെ 450 + 450 900 ഉണ്ട്. 900 ഈക്വൽ ടു 9/2 ഡിവൈഡഡ് ബൈ 225 - x². സോ ഈ 900-നും 9-നും കട്ട് ചെയ്യാം. എത്ര ഇവിടെ? 100 വന്നു. ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നുണ്ട്. 100 ഡിവൈഡ് ബൈ ഈ ടേമിനെ അങ്ങോട്ട് കൊണ്ടുപോകുക. ദെൻ ഈ ഒരു 2-നെ ഇങ്ങോട്ടും കൊണ്ടുവരിക. × 2 ഈക്വൽ ടു 225 - x². അതായത് 200 ഈക്വൽ ടു 225 - x². സോ ഇനി എക്സിൻ്റെ ടേമിനെ ഇങ്ങോട്ടും കൊണ്ടുവരിക, ഈ ടേമിനെ അങ്ങോട്ടും കൊണ്ടുപോകുക.
എക്സ് സ്ക്വയർ ഈക്വൽ ടു 225 മൈനസ് 200. ഇതിൻ്റെ വാല്യൂ എത്ര വരിക? 25 ആണ്. സോ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 25 ആകുമ്പം എക്സ് ഇസ് ഈക്വൽ ടു 5 ആയിരിക്കും. സോ ഈ ഒരു സ്പീഡ്, കറണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 5 km/h. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, സിങ്ക് ആൻഡ് കോപ്പർ ആർ മെൽറ്റഡ് ടുഗദർ ഇൻ ദ റേഷ്യോ 9:11. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ മെൽറ്റഡ് മിക്സ്ചർ ഇഫ് 28.8 kg ഓഫ് സിങ്ക് ഹാസ് ബീൻ കൺസ്യൂംഡ് ഇൻ ഇറ്റ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സിങ്കും കോപ്പറും കൂടെ 9:11 ഒരു റേഷ്യോയിൽ എടുത്തിട്ടുണ്ട്. ദെൻ അങ്ങനെയെങ്കിൽ ഇത് രണ്ടും കൂടെ മെൽറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സിങ്കിൻ്റെ ഭാഗം എന്ന് പറയുന്നത് 28.8 കിലോഗ്രാം ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്രയാണെന്നാണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 9:11 ആണ് നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ. അതായത് ഇത് സിങ്കും ഇത് കോപ്പറും ആണ്. സോ നമുക്ക് സിങ്കിൻ്റെ ഭാഗം നമുക്ക് തന്നിട്ടുണ്ട്. സിങ്ക് എന്ന് പറയുന്നത് 28.8 കിലോഗ്രാം ആണ്. ദെൻ അങ്ങനെയെങ്കിൽ നമുക്കിത് ടോട്ടലായിട്ട് വരുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 9 ഭാഗം 28.8 ആണ്. അങ്ങനെയെങ്കിൽ 20 ഭാഗം എത്രയാണെന്ന് കണ്ടെത്തിയാൽ മതി. അത്രേ ഉള്ളൂ. കാരണം 9 + 11 20 ആണ്. സോ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ടോട്ടൽ കാണണമെങ്കിൽ 28.8 ഡിവൈഡഡ് ബൈ 9 × 20. സോ താഴെ മുകളിലൊന്ന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 288/90 × 20 കട്ട് ചെയ്തു. ഇനി 9 കൊണ്ട് കട്ട് ചെയ്യാം. അതായത് 28 എന്ന് പറയുന്നത് 3 പ്രാവശ്യമുണ്ട്. ദെൻ ശിഷ്ടം 1 വരും, 18 2. അതായത് 32 × 2 64 കിലോഗ്രാം ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. ഓപ്ഷൻ ഡി, സി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ സെൽസ് ഹിസ് ഗുഡ് 20% ചീപ്പർ ദാൻ ബി ആൻഡ് 20% ഡെയറർ ദാൻ സി. ഹൗ മച്ച് പെർസെൻറ്റേജ് ഈസ് സീസ് ഗുഡ്സ് ചീപ്പർ ഓർ ഡെയറർ ദാൻ ബി? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അയാളുടെ സാധനങ്ങൾ ബിയേക്കാൾ 20% വില കുറച്ച് വിൽക്കുന്നു, പക്ഷേ സിയേക്കാൾ 20% വില കൂട്ടിയിട്ടാണ് വിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ സിയുടെ ഗുഡ്സ് ബിയേക്കാൾ എത്ര പെർസെൻറ്റേജ് ലാഭത്തിലാണ് അല്ലെങ്കിൽ നഷ്ടത്തിലാണ് വിൽക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കണക്കെടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോയിലേക്ക് മാറ്റാം. അതായത് എയും ബിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 80:100 ആകും. അതായത് നമുക്ക് ബി 100ൽ വിൽക്കുക എന്നുണ്ടെങ്കിൽ എ എത്ര ആയിരിക്കും? 80 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റേഷ്യോ 4:5 വന്നു. ദെൻ നെക്സ്റ്റ് ഇനി എയും സിയും. സോ സിയേക്കാൾ 20% കൂട്ടിയിട്ടാണ് എ വിൽക്കുന്നത്. അപ്പോൾ 120:100 വരും. അതായത് 6:5. ഇനി നമുക്ക് A:B:C എന്ന റിലേഷൻ കിട്ടണം. സോ ഇവിടെ നമുക്ക് എയും ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ എ 2 കേസിലായിട്ട് 4ഉം 6ഉം ആണ്. ഇതിനിവിടെ ബി ഉണ്ട്, ദെൻ ഇവിടെ സി ഉണ്ട്. അപ്പോൾ ഇത് മൊത്തമായിട്ടുള്ള റേഷ്യോ ആണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് A:B:C എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ സിയുടെ വാല്യൂ 5 ആണ്, ദെൻ എ ഇവിടെ 6 ആണ്. ഇനി ഈ ഒരു കേസിൽ എടുക്കുമ്പോൾ എ 4 ആണ്, ദെൻ ബി 5 ആണ്. സോ ഇതിൻ്റെ A:B:C കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ LCM എടുക്കുക. 6ൻ്റെയും 4ൻ്റെയും LCM 12 ആണ്. സോ 12 വന്നു. ഇനി ഇവിടെ 12 ആവാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് 3 കൊണ്ടാണ്. സോ 3 കൊണ്ട് തന്നെ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക. 3 5 15 വന്നു. ഇനി ഇവിടെ 12 ആവാൻ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. സോ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 വരും. ഇത് C:A:B ആണ്. സോ A:B:C എന്ന് പറയുന്നത് 12:15:10. ഇതാണ് A:B:Cയുടെ വാല്യൂ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സിയുടെ ഗുഡ്സ് ബിയേക്കാൾ എത്ര പെർസെൻറ്റേജിലാണ് വിൽക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
സോ ബിയും സിയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. സോ 5 ഡിവൈഡഡ് ബൈ ഇനി 15 ഇൻറ്റു 100. സോ എത്ര വരും? ഇവിടെ 3 വരും. 100 ബൈ 3, 33.33%. ഓപ്ഷൻ എ ആണ് ശരി. അടുത്ത ചോദ്യം, ദ ആവറേജ് ഓഫ് 6 ഒബ്സർവേഷൻ ഈസ് 12. ഇഫ് ദ 7th ഒബ്സർവേഷൻ ഈസ് ഇൻക്ലൂഡഡ്, ദ ആവറേജ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 1. വാട്ട് വിൽ ബി ദ 7th ഒബ്സർവേഷൻ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 6 ഒബ്സർവേഷൻ 12 ആയിരുന്നു. ദെൻ 7th ഒരാളും കൂടെ വന്നപ്പം 7th ഒബ്സർവേഷൻ കൂടെ വന്നപ്പം ഇതിൻ്റെ ആവറേജ് ഒന്ന് ഡിക്രീസ് ചെയ്തു, അതായത് 11 ആയിട്ട് മാറി. അങ്ങനെയെങ്കിൽ 7th വന്ന ആളുടെ ആ ഒരു ക്വാണ്ടിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. 6 ഇൻറ്റു 12 72 ആണ്. 7 ഇൻറ്റു 11 77 ആണ്. സോ അതിൽ ഡിഫറൻസ് നോക്കിയാൽ മതി. എത്രയാണ്? 5 ആണ്. സോ ആ ഒരു 7th ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 5 ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, if the income of Ram and Shyam are in the ratio of 3:4 and their expenditure in the ratio 4:5, find the ratio of their savings given that Shyam save a third of his income. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് റാമിൻ്റെയും ഷ്യാമിൻ്റെയും ഇൻകം 3:4 ആണ്, അവരുടെ എക്സ്പെൻഡിച്ചർ 4:5 ആണ്. ദെൻ ഈ വേറൊരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്, ഷ്യാം സേവ് ചെയ്യുന്നത് അയാൾക്ക് കിട്ടുന്ന ഇൻകമിൻ്റെ 3 ഭാഗം 1/3 ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? സേവ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയെങ്കിൽ ഇവിടെ സേവിങ്സിൻ്റെ റേഷ്യോ ആണ് നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ എക്സ്പെൻഡിച്ചർ കൊടുക്കാം. എക്സ്പെൻഡിച്ചറും ഇൻകം ഇവിടെ ശ്യാം ദെൻ റാം. സോ ശ്യാമിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 5 ആണ്. ശ്യാമിൻ്റെ ഇൻകം നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ 4 ആണ്. ഇനി റാമിൻ്റെ ഇൻകം നമുക്ക് തന്നിട്ടുള്ളത് 3 ആണ്. ദെൻ റാമിൻ്റെ എക്സ്പെൻഡിച്ചർ തന്നിട്ടുള്ളത് 4 ആണ്. സോ ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ശ്യാം സേവ് ചെയ്യുന്നത് 1/3 അയാളുടെ ഇൻകത്തിൻ്റെ 1/3 സേവ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇയാളുടെ ശ്യാമിൻ്റെ സേവിങ്സ് നോക്കാം. അതായത് സേവിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. സോ ശ്യാമിൻ്റെ ഇൻകം നമുക്ക് 4x ആയിട്ട് പരിഗണിക്കാം. 4x മൈനസ് 5y ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 4x. സോ അത് മാറ്റി എഴുതുമ്പം 4x മൈനസ് 5y ഈക്വൽ ടു 4x/3. സോ എക്സിൻ്റെ ടേമിനെല്ലാം ഒരു ഭാഗത്തോട്ട് കൊണ്ടുപോകാം. അതായത് 4x മൈനസ് 4x/3 ഈക്വൽ ടു 5y. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 12x മൈനസ് 4x ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 5y. സോ 12x മൈനസ് 4x 8x ആണ്. സോ 8x ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 5y. സോ ഇനി എക്സിനുള്ളൊരു എക്സ്പ്രഷനിലോട്ട് നമുക്ക് മൊത്തമായിട്ട് മാറ്റാം. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 5y ഇൻറ്റു 3/8. സോ ഈ ഒരു വാല്യൂ 15y/8. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവരുടെ സേവിങ്സിൻ്റെ റേഷ്യോ കാണാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് ഒരു കേസിലോട്ട് നമുക്ക് മാറ്റാം. അതായത് രണ്ടാളുടെയും റാമിൻ്റെയും ശ്യാമിൻ്റെയും സേവിങ്സ് സോ ഈസ് ഈക്വൽ ടു റാമിൻ്റെ ഇൻകം 3 ആണ്. 3x മൈനസ് 4y ഡിവൈഡഡ് ബൈ ഇനി ഇവിടെ ശ്യാമിൻ്റെത് 4x മൈനസ് 5y. സോ ഇനി നമുക്ക് എക്സിൻ്റെ ഭാഗത്തെല്ലാം ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഈക്വൽ ടു വരുമ്പം 3 ഇൻറ്റു 15y/8 മൈനസ് 4y ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 15y/8 മൈനസ് 5y. സോ ഇതൊന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. അതായത്
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 15 45y. 45y വരും. 45ഉം വൈയുടെ മുകളിൽ വന്നു ഇൻറ്റു 4 ഇൻറ്റു 8 ഉണ്ട് 32. അത് 45y മൈനസ് 32y ഡിവൈഡഡ് ബൈ 8 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? 4 ഇൻറ്റു 15 എത്ര വരും? 4 ഇൻറ്റു 15 എന്നത് 60 ആണ്. 60y മൈനസ് 5 8 40y ഡിവൈഡ് ബൈ 8. സോ രണ്ട് കേസിലും 8 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. സോ ഇനി ഇവിടെ നമുക്ക് 45 മൈനസ് 32 എന്ന് പറയുന്നത് 13 ആണ്. 13y ഡിവൈഡഡ് ബൈ 60 മൈനസ് 40. 60 മൈനസ് 40 എന്ന് പറയുന്നത് 20y. സോ വൈയും ക്യാൻസൽ ചെയ്തു. സോ 13/20 വന്നു. സോ ഇതാണ് ഇവരുടെ സേവിങ്സിൻ്റെ റേഷ്യോ 13/20. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ സം ഓഫ് ഏജ് ഓഫ് 4 ചിൽഡ്രൻ ബോൺ അറ്റ് ദ ഇൻ്റർവൽ ഓഫ് 2 ഇയർ ഈ 52. വാട്ട് ഈസ് ദ ഏജ് ഓഫ് ഓൾഡസ്റ്റ് ചൈൽഡ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 4 കുട്ടികളുണ്ട്. 4 കുട്ടികൾ 2 വർഷത്തെ ഇൻ്റർവെല്ലായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. സോ അവരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് 4 പേരുടെയും 52 ആണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും മൂത്ത ആളുടെ ഏജാണ് നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം ജനിച്ച ആളുടെ ഏജ് എക്സ് ആയിട്ട് എടുക്കാം. ദെൻ അതിന് മുന്നേ ജനിച്ച ആളുടെ ഏജ് 2 പ്ലസ് എക്സ് ആയിട്ട് എടുക്കാം. ദെൻ അതിന് മുന്നേ ജനിച്ച ആളുടെ ഏജ് 4 പ്ലസ് എക്സ് ആയിട്ട് എടുക്കാം. ദെൻ അതിന് മുന്നേ ജനിച്ച ആളുടെ ഏജ് 6 പ്ലസ് എക്സ് ആയിട്ട് എടുക്കാം. സോ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടണം? 52 കിട്ടണം. സോ നമുക്ക് എക്സിൻ്റെ ടേം എല്ലാം കൂടെ ആഡ് ചെയ്യാം. സോ 4x പ്ലസ് 2 4 6 12. സോ 12 ഈക്വൽ ടു 52. ദെൻ ഈ ഒരു ടേമിന്, അതായത് 4x ഈസ് ഈക്വൽ ടു 52 മൈനസ് 12 എന്ന് പറയുന്നത് 40 ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 10 വരും. 40/4. സോ ഇതാണ് ഏറ്റവും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി ജനിച്ച കുട്ടിയുടെ ഏജ് 10 ആണ്. സോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓൾഡസ്റ്റ് സണ്ണിൻ്റെ ഓൾഡായിട്ടുള്ള ആളുടെയാണ്. സോ ഓൾഡായിട്ടുള്ളത് 6x ആണ്. അതായത് 10 പ്ലസ് 6 16 ഇയേഴ്സ് ആണ് ഓൾഡായിട്ടുള്ള ആളുടെ ഏജ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ സർട്ടൈൻ സം അണ്ടർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി എമൗണ്ട് ടു Rs 5500 in 5 year and 6050 in 6 year. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 5-ാമത്തെ വർഷം 5500 രൂപയാണ്, 6-ാമത്തെ വർഷത്തെ 6050 രൂപയായി. അങ്ങനെയെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതായത് ഈ ഡിഫറൻസ് നോക്കുക, 5500-ഉം 6050-ഉം തമ്മിലുള്ള ഡിഫറൻസ് 550 ആണ്. ഈ 550 ഇതിൻ്റെ മുന്നത്തെ വർഷത്തിൻ്റെ എത്ര പെർസെൻറ്റേജാണ് നോക്കിയത്. അതായത് 5500-ൻ്റെ എത്ര പെർസെൻറ്റേജാണ് 500? 10% ആണ്. സോ ഈ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? ഓപ്ഷൻ ഡി 10%. അടുത്ത ചോദ്യം, Rs 800 become Rs 956 in 3 year at a certain simple interest. If the rate of interest is increased by 4%, what amount will 800 become in 3 year? ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 800 രൂപ 3 വർഷം കൊണ്ട് ഒരു സെർട്ടൈൻ ഇൻട്രസ്റ്റിൽ 956 രൂപയായിട്ട് മാറി. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഒരു 4% കൂടെ ഇൻക്രീസ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ ഒരു 3 വർഷം കൊണ്ട് 800 രൂപയ്ക്ക് കിട്ടുന്നത് എത്ര രൂപയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് എമൗണ്ട് കാണാം. അതായത് ഫസ്റ്റ് ഇൻട്രസ്റ്റ് I ഈസ് ഈക്വൽ ടു PNR/100. സോ ഇതിൽ ഇൻട്രസ്റ്റ് നമുക്കറിയാം, അതായത് 956 മൈനസ് 800 156 ആണ് ഫസ്റ്റ് കേസിൽ ഇൻട്രസ്റ്റ്. നമുക്ക് ഇതിന് റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ പ്രിൻസിപ്പാൾ 800 ആണ്. 800 ഇൻറ്റു 3 ഇൻറ്റു R ഡിവൈഡ് ബൈ 100. സോ കട്ട് ചെയ്യാം 800. സോ R ഈസ് ഈക്വൽ ടു 156 ഡിവൈഡഡ് ബൈ
8 ഇൻറ്റു 3. സോ നമുക്കിനി 3 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 15 5 പ്രാവശ്യമുണ്ട്. ദെൻ 6 2 പ്രാവശ്യമുണ്ട്. 52. 52/8. 52/8നെ നമുക്കിനി കട്ട് ചെയ്യാം. അതായത് 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 വരും. ദെൻ 4 3, അതായത് 13/2 എന്ന് വരും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 13.5% ആണ്. ദെൻ ഇനി നമ്മളോട് പറയുന്നത് 4% കൂടെ ഇൻക്രീസ് ചെയ്തു. സോ റേറ്റ് R2 എത്രയായി? 13/2 + 4, അതായത് 13 + 8/2, അതായത് 21/2% ആയിട്ട് മാറിയത് ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഇനി നമുക്കിതിൽ പുതിയതിലോട്ട് അപ്ലൈ ചെയ്യാം. അതായത് പുതിയ ഇൻട്രസ്റ്റ് എത്ര നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. I = 800 ഇൻറ്റു, ദെൻ ഇവിടെ ഇയർ 3 തന്നെയാണ്, 21/2 ഇൻറ്റു താഴെ 100 ഉണ്ടാവും. കട്ട് ചെയ്യാം. കട്ട് ചെയ്തു. ദെൻ ഇനി ഇവിടെ 2 4 ആയി. സോ I = 4 × 3 12 × 21. 12 × 21 എന്ന് പറഞ്ഞാൽ 252 ആണ്. സോ ഇൻട്രസ്റ്റ് 252. ദെൻ ഇനി എമൗണ്ട് എത്രയായിരിക്കും? 800 + 252, 2 5 10, 1052, അതായത് 1052 രൂപയായിരിക്കും എമൗണ്ട് ആയിട്ട് ദെൻ പിന്നീട് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. എ സം ഓഫ് മണി ലെൻഡ് ഔട്ട് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട്സ് Rs 720 ആഫ്റ്റർ 2 years ആൻഡ് ടു Rs 1020 ആഫ്റ്റർ എ ഫർദർ പീരീഡ് ഓഫ് 5 years. ദ സം ഈസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു എമൗണ്ട് 2 വർഷം കഴിഞ്ഞപ്പം 720 രൂപയായി, പിന്നീട് ഒരു 5 വർഷം കൂടി കഴിഞ്ഞപ്പോൾ അത് 1020 രൂപയായി. അങ്ങനെയെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പാൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിവിടെ 2 വർഷത്തിലുള്ള എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്, 720 ഇനി അത് 5 വർഷം കഴിയുമ്പോൾ 7 വർഷമാകുമ്പം ആ ഒരു എമൗണ്ട് 1020 മാറി. സോ ഇതിന് ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 5 year ആണ്. സോ 5 yearൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് 1020 മൈനസ് 720 എന്ന് പറയുന്നത് 300 സോ 300 എന്ന് പറയുന്നത് 5 വർഷത്തെ പലിശ. അപ്പം ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് 300/5 എത്രയാണ്? 60 ആണ്. 60 രൂപയാണ് ഒരു വർഷത്തെ പലിശ. സോ 2 വർഷത്തെ പലിശ എന്ന് പറയുന്നത് 120 രൂപയാണ്. അപ്പം 2 വർഷത്തെ ടോട്ടൽ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 720. അത് നീ ഇൻട്രസ്റ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ 120 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 600 ആയിരിക്കും പ്രിൻസിപ്പൽ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. percentage of x and y are in the ratio 7:5 respectively. 4 years hence, if the ratio of their ages will become 11:9 respectively, what is the percentage of y? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പെർസെൻറ്റേജ് എക്സിൻ്റെയും വൈൻ്റെയും പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 7:5 ആണ്. 4 വർഷത്തിന് ശേഷം അവരുടെ ഏജ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? x/y 11:9 ആയിട്ട് മാറി. സോ അങ്ങനെയെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് വൈ ആണ് പറഞ്ഞിട്ടുള്ളത്, കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് റേഷ്യോ മെത്തേഡ് തന്നെ ഇവിടെ ഉപയോഗിക്കാം. അതായത് ഈ റേഷ്യോയുടെ ഡിഫറൻസ് ഈക്വൽ ആണോ എന്ന് നോക്കണം. അതായത് 11 - 9 2 ആണ്, 7 - 5 2 ആണ്. സോ ഇത് രണ്ടും ഈക്വൽ ആണ്. ഇനി ഇത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടുത്തെ ഡിഫറൻസ് ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഇവിടുത്തെ ഡിഫറൻസ് എടുത്ത് ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താവും? ഈക്വൽ ആയിരിക്കും. നമുക്ക് ആ ഒരു കേസിലേക്ക് ഇവിടെ വരുന്നില്ല. ഇവിടെ രണ്ടും എന്താണ് ഡിഫറൻസ്? 7 - 5 2 ആണ്, 11 - 9 2 ആണ്. സോ ഇവിടെ ചേഞ്ച്, ഇവിടുത്തെ ഡിഫറൻസ് 9 - 5 എന്ന് പറയുന്നത് 4 ആണ്, 11 - 7 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 4 ആണ്. സോ ഇവിടെ പറയുന്നത് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 4 വർഷത്തെ ചേഞ്ചാണ്. സോ ഇവിടെ എത്ര ഡിഫറൻസ് ആണുള്ളത്? 4 യൂണിറ്റ്, 4 യൂണിറ്റ് ഡിഫറൻസ് ആണ്. സോ 4 യൂണിറ്റ് ഈക്വൽ ടു 4 ആണ്. ദെൻ 1 യൂണിറ്റ് ഈക്വൽ ടു 4/4 ഈക്വൽ ടു 1. സോ നമുക്ക് യൂണിറ്റ് വാല്യൂ കിട്ടി. അതായത് ഇനി നമുക്ക് ഈ യൂണിറ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരുടെ ഏജ് വേണമെങ്കിൽ ഇന്ന് കണ്ടുപിടിക്കാം.
സോ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള പ്രസൻറ്റ് ഏജ് ഓഫ് വൈ ആണ്. സോ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് വൈയുടേത് 5 ആണ്. സോ 5 ഇൻറ്റു 1 എത്രയാണ്? 5 തന്നെയാണ്. ഇനി പ്രസൻറ്റ് ഏജ് ഓഫ് എക്സ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ഇൻറ്റു 1 7 ആണ്. ഇനി 4 വർഷം ശേഷമുള്ള എക്സിൻ്റെയും വൈയുടെയും വാല്യൂ എത്രയാണ്? 11 ഇൻറ്റു 1 11 ആണ്. ദെൻ 9 ഇൻറ്റു 1 9. സോ ഇത്രയാണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വൈയുടെ ഏജ് 5 ഇയർ. സോ ഇത്രയാണ് ഈ ഒരു AFCAT ക്വസ്റ്റ്യൻ പേപ്പറിലെ മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും. സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. AFCAT എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. സോ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട് കാണുന്നവരേക്കും ജയ് ഹിന്ദ്.